നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ച് ഫ്രീഡം തന്ന തലയിൽ കയറി ഇറങ്ങിക്കോളും. ഷാരോൺ, did you complete your work? No, ma'am. You? ഇല്ല മാം, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലേ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്ട് go to your work. ഓക്കെ Okay, ma'am. ഷാരോൺ, Ma'am. 1 minute. ഡോർ ക്ലോസ് ചെയ്തോ. Closed ആണ്. സോറി. ഷാരോണ് വിഷമായോ? എടി ഒന്നുമില്ലെങ്കിൽ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ആ റെസ്പെക്റ്റ് ഒക്കെ എനിക്ക് തന്നൂടെ? ആ റെസ്പെക്ട് തന്നോണ്ടല്ലേ ഞാനിപ്പോ സോറി പറഞ്ഞു. പിന്നെ വർക്ക് ഈസ് വർക്ക്. എന്നാൽ ഞാൻ എൻ്റെ ബോസ് അല്ലേ? അതെ, ബോസ് ഇവിടെ വൈകിട്ട് വീട്ടിലേക്ക് വാ, അപ്പൊ കാണിച്ചു തരാം ഞാൻ ആരാം. അതെ, സോറി. നമുക്ക് ഈ പണക്കൊക്കെ മാറ്റാൻ ഒരു ചായ കുടിക്കാൻ പോയാലോ? അതെ മാഡം, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് മാഡം ഒറ്റയ്ക്ക് പോയി ചായ കുടിച്ചോ. അതെ, ശല്യം ചെയ്യാൻ പോകും. ഇവര് തമ്മിൽ എന്തേലും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. അതെ, ഒന്നുമില്ല. ഒരു ഉമ്മ തന്നായി പിണക്കം മാറുമായിരിക്കല്ലേ? ഓ, ഉണ്ടെങ്കിൽ വേണ്ട. അതെ, ഒരു ഉമ്മ കൊണ്ടൊന്നും മാറില്ല, വേണമെങ്കിൽ ഒരു 2-3 ഉമ്മ വേണമെങ്കിൽ നോക്കാം. അയ്യടാ. ഷാരു, നമുക്കും ഇതേപോലൊക്കെ ജീവിച്ചാൽ മതിയല്ലേ? ഒരു വീടൊക്കെ എടുത്ത് വല്ല ഇംഗ്ലണ്ടിലോ സ്വിറ്റ്സർലാൻഡിലോ അങ്ങനെ മതിയല്ലേ? പറയുന്ന കേക്ക്. പറ. പിന്നെ കുറേ പെറ്റ്സൊക്കെ വാങ്ങി അവരിനൊക്കെ നോക്കിയിട്ട് ഒരു 2 years ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കൊച്ച്, പിന്നെ ഒരു 2 years കഴിഞ്ഞിട്ട് ഒരു കൊച്ച്. Papa is calling. പപ്പയാ? Hello? Yeah, I'm doing pretty good, Pa. എപ്പോ? അയ്യോ, ശീലയ. എപ്പോ Pa? No, Pa, I understand. I get it. Yeah. Okay, Pa, okay, fine. Okay. Sharu, don't panic. കാര്യം പറ. Papa is coming. Sharu. 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 പപ്പ കാറ്. Sharu. Sharu. Eric. പപ്പ അല്ല, പപ്പ ഇപ്പൊ വരൂ? പപ്പ വരുന്നല്ലേ പറഞ്ഞുള്ളൂ, നാളെ വരുന്ന പറഞ്ഞല്ലോ. പപ്പ 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഇനി അപ്പ പേടിച്ചാൽ മതി അല്ലേ? 2 മാസം കഴിഞ്ഞേ വരുള്ളൂ. ഓ, എന്തൊരു പേടിച്ചിട്ട് പിന്നെ പ്രേമിച്ചത്. ബാ, ഓർക്കാൻ പോവാ. വരുന്നുണ്ടെന്നെ പോയിക്കാം. വരുന്നത്. ഹലോ. നാളെ എണീച്ചോ? നീ എവിടെ ചായ കുടിക്കോ? അല്ല, കുടിക്കാൻ പോകണം. പിന്നെ ഞാൻ ആ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അതെ, സമയം 11 മണിയായി. ഇനി എപ്പോഴാണ് ഓഫീസിലേക്ക് വരാൻ പോണേ? മര്യാദയ്ക്ക് എണീച്ച് വന്നേ. ബോസ് തന്നെ എങ്ങനെ പഞ്ച്വാലിറ്റി ഇല്ലാതായ പിന്നെ എങ്ങനെ? ഡേടേ, അതറിയല്ലേ, ഞാൻ നല്ല മീറ്റിംഗ് ഉണ്ട്. എപ്പോഴാ ഉറങ്ങിയെന്ന് നിനക്കറിയാം, എനിക്കറിയാം. എന്താണ് മോനെ ഫോണിൽ കൂടെ സൊല്ല്? ആരോ സെറ്റ് ചെയ്യുന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ വീട്ടിൽ വിളിച്ച്
ആ പോയിന് വന്നില്ലേ? ആ ഇല്ല. ഒന്നായി ഇന്ന് വരാതിരുന്നാ മതിയായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ വായിക്കണ കേൾക്കണം ഞാൻ. ഓ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങ് വന്ന് പണിയെടുത്തേ. മാമിന്റെ വായിലുള്ള ഞാൻ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ. ഓ ഒരു നേരം വെറുതെ ഇരിക്കാൻ സമ്മതി കോപ്പ്. ഞാൻ പോയി വർക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇന്ന് അവരെ വായിക്കണ വീണ്ടും കേൾക്കേണ്ടി വരും ഞാൻ. കേട്ടല്ലേ? ഞങ്ങൾ വരട്ടെ, തോന വന്നതുകൊണ്ട്. സാരമില്ല. ശരി എന്നാ. ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഹായ് മിസ്. ഹായ്. Both of you come to my cabin. ക്യാബിനോ? രണ്ടുപേരും കറക്റ്റായിട്ട് വർക്ക് ഒക്കെ ചെയ്യണ്ടല്ലോ അല്ലേ? യു ബിയാൻവിനെ എഡിറ്റ് ഫുൾ തീർത്തോ? കഴിഞ്ഞ ഇപ്പൊ ഞാൻ എന്ത് പണി കൊടുക്കാം? മറ്റേ കറി പൗഡറിന്റെ ഷൂട്ട് തീരുന്നില്ലേ ഷാരു? ഷാരോ ഒരു 15 വീഡിയോയും കൂടെ ബാക്കിയുണ്ട്. ഇതിന്റെ ഫുൾ എഡിറ്റ്സ് എനിക്ക് നാളെ EOD ഇടണം. യു ഗോട്ട് ഇറ്റ്? അയ്യോ മാം, നാളെ ഞായറാഴ്ച അല്ലേ? സോ വർക്ക് ഈസ് വർക്ക്. അല്ല മാം, എന്നാല് See, do what I said. I don't have time to waste here. ഷാരു, നമുക്കിന്നേ ഞാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ പോയി ഫുഡ് കഴിച്ചാലോ? ഞാൻ ആ ടേണിംഗ് വെയിറ്റ് ചെയ്യാം. ബെസ്റ്റ്. അതെ, നീ അവന് കൊടുത്ത പണി എനിക്കിട്ടാ കിട്ടിയ 6 വീഡിയോ. നീ എഡിറ്റ് ചെയ്തില്ലാണ്ട് അവനെ വിളിച്ചോണ്ടിരിക്കും. നീ വയ്ക്കും. ഇതൊന്ന് മുമ്പേ പറയാൻ ഞാൻ പൊറ്റയ്ക്ക് പോണോ? എടി, അതിന് എനിക്കറിയാം ഈ പണിയൊക്കെ എനിക്ക് കിട്ടുമെന്ന്. അതുമല്ല, ഒരു കാര്യം ചെയ്തല്ല, നമുക്ക് നാളെ പോയല്ല. നാളെ നീ നിന്റെ അമ്മായിപ്പിനോട് പോയി. അയ്യോ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. അയാൾ എപ്പോഴാ പറഞ്ഞ? ചാവ് ചാവ്, വേറെ പണിയുണ്ട്. ഷോർട്ട് ചെയ്തോ? ആ അല്ലേ. മാം, ഇതെന്റെ കസിനാണ് അമ്മു. അല്ല, അമ്മയ. ഇവിടെ ഇന്റേണായിട്ട് ജോയിൻ ചെയ്യാൻ വന്നേ. നമ്മുടെ CEO ആണ്. ഹായ് മാം, വെൽക്കം. യു കം ടു മൈ ക്യാബിൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാവേ. നീ ഇവിടെ നിന്നു. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ നേരത്തെ എപ്പോൾ വരാനാ പറഞ്ഞത്? ഇപ്പോഴാണ് കയറി വരണേ. എടി, അവളോട് പുതിയതല്ലേ, അപ്പൊ അവൾക്ക് ഇവിടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ കട്ടിയത്. അത് പിന്നെ അവളുടെ മുന്നേ വെച്ച് ഞാൻ എങ്ങനെയാ ഫോൺ എടുക്കാ? ഞാൻ ഓഫീസ് ആവശ്യത്തിന് വിളിച്ചാണെങ്കിലോ? അതിന് ഓഫീസ് ആവശ്യത്തിന് നീ ഓഫീസ് ഫോണിൽ നിന്നല്ലേ വിളിക്കാ? അയ്യോ, അവളാണല്ലോ വിളിക്കുന്നത്. ഒരു മിനിറ്റ്. ആ എടി, പിന്നെ ഇപ്പൊ മണി എന്തായാലും 5:30 നീ ഒരു കാര്യം ചെയ്ത് നീ ഫ്ലാറ്റിലേക്ക് വെക്കോ. നമുക്ക് കുറച്ച് ഹോസ്റ്റലും പരിപാടിയൊക്കെ തപ്പാവുണ്ട്. ഓക്കെ, ബൈ. ഹോസ്റ്റലാ? The number you are calling is currently switched off. Please try later. ഇവിടെ ഞാൻ വിളിച്ചാലും എടുക്കില്ല. വരട്ടെ, കോൺഫിഡൻസ് കൊണ്ട്. സോറി, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്ത് ലേറ്റ്? അത് അവർക്ക് നല്ലൊരു ഹോസ്റ്റൽ തപ്പി കൊടുക്കണ്ടേ. പോയ അവിടെയൊക്കെ ഫുൾ റെസ്ട്രിക്ഷൻസും സെൽഫ് കുക്കിങ്ങും. അല്ല, റെസ്ട്രിക്ഷൻസ് ഉള്ളത് നല്ലതല്ലേ? ആൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ ഈ സിറ്റി ഒക്കെ ആയതുകൊണ്ട് റെസ്ട്രിക്ഷനുകളൊക്കെ നല്ലതാണ്. ബെസ്റ്റ്. അവള് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്.
പിന്നെ ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഹോസ്റ്റൽ തപ്പി പിടിച്ച് കൊടുത്തിട്ടുണ്ട്. നീ കഴിച്ചോ? ആ ഞാൻ അവളോട് ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിച്ചില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി രാവിലെ വെച്ചാൽ കുക്ക്? വെറുതെ കുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത്? നമ്മുടെ US ക്ലയന്റ് ഇല്ലേ, ഉം. അവരുടെ ഡീൽ അപ്രൂവ് ആയി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു 1 വീക്കിന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. അയ്യോ, അപ്പൊ ഇനിയിപ്പം എന്താ ചെയ്യാ? നിനക്ക് പകരം വേറെ ആരെങ്കിലും വെക്കൂടെ? നോക്കട്ടെ ആരെങ്കിലും വിടാൻ പറ്റുമെന്ന്. എന്നാലൊരു 1 വീക്ക് നിന്നെ മിസ് ചെയ്തിരിക്കപ്പം നിന്നെ കാണാണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഒരു മിനിറ്റ്, എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് ഒരു പപ്പ ആരെയും വിളിച്ചോളൂ. അമ്മ ഉള്ള വിളിക്കുന്ന. ഒരു മിനിറ്റ് പോരാവേ. ആ അമ്മു പറയ്. ഹലോ ചേട്ടാ, എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ ഫസ്റ്റ് ഡേ അല്ലേ, ഒറ്റയ്ക്കല്ല, അപ്പം എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല. അപ്പൊ ഒന്ന് വരുമോ? അതിനെന്താ, റെഡി ആയിട്ടേക്ക്, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ ചേട്ടാ, ശരി. ശരിയടി, ഓക്കെ. അതെ, ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇറങ്ങോട്ടാ. നമ്മുടെ അമ്മൂല്ലേ, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ഓഫീസിൽ? ഫസ്റ്റ് ഡേ അല്ലേ. അവളുടെ ഊബർ പിടിച്ചു പോകാൻ പറയും. അപ്പൊ ഞാൻ അവളോട് പറയാം. നേക്കി നമുക്ക് പിക്കാൻ പോകണ്ടല്ലോ. റെഡി പോവല്ലേ? ഓക്കെ. എന്റെ പൊന്നമ്മ എത്ര വട്ടം പറഞ്ഞത് ഇതാണ് പൊട്ടി. നോക്ക്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഷോ മാം. മേ ഐ കം ഇൻ മാം? യെസ്, കം ഇൻ. അമ്മ, ഐ ഹോപ്പ് യു നോ അമ്മയുടെ ഡെസിഗ്നേഷൻ ഇവിടെ എന്താണെന്ന്. യെസ്. ആൻഡ് ദിസ് ഇസ് എ കോർപ്പറേറ്റ് കമ്പനി. ഇവിടെ എല്ലാവരും കൊളീഗ്സ് ആണ്. യെസ് മാം. അതിപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും. യെസ് മാം. I hope you got my point. You can get back to your work. താങ്ക് യു. ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു മിനിറ്റ്. ഹലോ. ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. വാ, ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാനല്ലേ? ഞാൻ ഇപ്പോൾ വരാം. അയ്യോ ചേട്ടാ, അമ്മ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചോദിക്കാം. ആണോ? ഹലോ. എന്താ കൊണ്ടുവന്നെന്ന് പറഞ്ഞേ? ഉണക്ക മീനും ചമ്മന്തിയും. ആ അതെ മാഡം, എന്താ വിളിച്ചേ? ഷാരൻ കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനെന്താ പറഞ്ഞു? നമ്മളിപ്പോൾ പഴയതുപോലെ സംസാരിക്കുന്ന കൂടിയില്ല. അതാണോ വലിയ കാര്യം? അതിപ്പം ബിസി ആയതുകൊണ്ടല്ലേ. ബിസി ആവണതാണോ അതോ നീയായിട്ട് ബിസി ആക്കണതാണോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായതിനെ ഞാൻ ഉദ്ദേശിച്ചു. എൻ്റെ പൊന്ന് സോന, നീ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഒരു ഓവർ തിങ്ക് ചെയ്യില്ലേ? ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതാണോ? നീ ചെയ്യുന്നതൊന്നും എനിക്ക് പ്രശ്നം തോന്നുന്നില്ലേ? നീ പഴയതുപോലെ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരുന്നില്ല, ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല, നൈറ്റ് ഫുൾ ടൈം ലേറ്റ് ആയിട്ട് വരുന്നു. ഇതൊക്കെ കണ്ട പിന്നെ ഞാൻ എന്താ പറയണ്ടത് ഷാരു? എൻ്റെ സോന, നീ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ഓവർ തിങ്ക് ചെയ്യില്ലേ? അവളെൻ്റെ കസിൻ മാത്രമാണ്, അല്ലാതെ. പിന്നെ ഒരു കാര്യം, എനിക്ക് നീ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ലോ. നീ ഇന്ന് നേരത്തെ ആണോ? സോന, ഒരു 10 മിനിറ്റ് ഒരുമിച്ചോ?
സോ ഹായ് ആൾ. അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ US പോവാണ്. നമ്മുടെ കമ്പനീൻ്റെ ഒരു ബിഗ് പ്രൊജക്റ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ആരും വർക്കിൽ ഉഴപ്പരുത് ഞാനില്ലാന്ന് വെച്ചിട്ട്. ആൻഡ് ഷാരോൺ, എല്ലാവരും വർക്കും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ മാം. സോ ദാറ്റ്സ് ഓൾ. വി വിൽ മീറ്റ് യു ഓൾസോ. മാം ഹാപ്പി ജേർണി. സോന, എനിക്ക് എന്നോട് സംസാരിക്കണം. പറഞ്ഞു. നീ എന്താ പോകുന്ന കാര്യം എന്നോട് പറയാതിരുന്നേ? അത് പെട്ടെന്നെടുത്തൊരു ഡിസിഷനായിരുന്നു. പെട്ടെന്ന് എടുത്താണ് ഞാനത് അറിയണ്ടേ? അതല്ല ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞത്. എല്ലാവരും അറിയുന്ന പോലെ മീറ്റിങ്ങിൽ അറിയുന്നതാണോ ഞാൻ? ഷെറോൺ, പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഈ 1 വീക്കായിട്ട് നീ എന്താ ചെയ്യണമെന്ന് ഞാൻ അറിയണ്ടോ? പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് നിനക്ക് കേൾക്കാനുള്ള ടൈമില്ലല്ലോ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അല്ല, എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 10:30. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, അഖിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ വരണമെന്നില്ലേ? വൺ വീക്ക് കഴിഞ്ഞിട്ട് കാണാം. ചേട്ടാ, എന്താ പറ്റി? ഒന്നുമില്ല. ഉറപ്പാണോ? ആ. എന്നാ ചാടിക്കാൻ പോയല്ലോ? ഇല്ല, നീ പോയിട്ടോ. ആണോ? ശരി. എടാ, ഞാൻ റൂമിലോട്ട് പോവാ. എന്താ? ഒന്നുമില്ല, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി ശരി, ബൈ. ബൈ. ഹലോ, എവിടെയാ? ബിസിയാണോ? ഹലോ ഷാരു, I'm a little busy. I'll catch you later. Okay? ചേട്ടാ, എന്താ പറ്റി? ഒന്നുമില്ല. ഇല്ല, എന്തുകൊണ്ട്? എന്താ പറ്റിയേ? അമ്മ, നീ നിന്റെ കാര്യം നോക്കിയേ. എനിക്കറിയാം എന്താ ചെയ്യണ്ടേ. നീ നിന്റെ ജോലി നോക്ക്. സോറി, ഞാൻ അപ്പോഴത്തെ പ്രഷറിൽ എന്തൊക്കെ പറഞ്ഞു പോയി. നീ കാര്യമായിട്ട് എടുക്കണ്ട. കുഴപ്പമില്ല ചേട്ടാ, മനസ്സിലാവും. ഓക്കെ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഹലോ, എടാ പറയടാ. ഞാൻ ഇന്ന് ഓഫീസിൽ വരാൻ കുറച്ച് ലേറ്റ് ആവും. അതെന്താ? എനിക്കൊന്ന് അല്ല, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് പറയാൻ വിളിച്ചേ. ആ ശരി. ഹലോ, രേഷ്മ, നീ ഇറങ്ങിയോ? ഞാൻ ദാ ഇപ്പത്താ. എടാ, അവള് നിന്നോട് പിക്ക് ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞു. അവള് വീട്ടിലേക്ക് പോവാന്നാ പറഞ്ഞേ. ആണോ? ശരി, എന്നാ ഞാൻ വിളിക്കാം. വൈകിട്ടെന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ? അല്ല, എനിക്കിതൊന്ന് ബാറ് വരെ പോയാൽ കൊള്ളാമെന്നു. ശരിക്കും? അല്ല, നീ ഇതിന് അടിച്ചിട്ടുണ്ടോ? അടിക്കൂല, പക്ഷെ ഇന്ന് എനിക്ക് അടിച്ച കിണ്ടിയാണോ? ഞാനേ
ഫ്രഷേഴ്സിന് കമ്പനി എടുക്കാറില്ല, സീനിയേഴ്സ് എടുക്കാറുള്ളൂ. നീ വയ്ക്കോ. അപ്പോൾ നീ വരലാ ഉറപ്പാണോ? ഉറപ്പാ, എനിക്ക് കുറേ പരിപാടിയുണ്ട്. എന്നാൽ ഞാൻ പോയി ഒറ്റയ്ക്ക് അടിച്ചോളാം. സാർ ഇവിടെ ആരും ഇല്ലെങ്കിൽ ഒന്ന് ഇരിക്കട്ടെ. താങ്ക് യു. ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് അടിക്കുന്നത്. കുടിക്കട്ടെ. ചേട്ടാ, എനിക്ക് ചേട്ടൻ്റെ കയ്യിലൊന്ന് കുമ്പസരിക്കണം. ചേട്ടനറിയോ എൻ്റെ സോന എന്തുമാത്രം സുന്ദരിയാണെന്ന്. അവളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എല്ലാം എൻ്റെ തെറ്റാ. എൻ്റെ സോന പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക, എനിക്ക് ആരുമില്ല. ചേട്ടനറിയോ, അവളുടെ ഇന്നും ഔട്ടും ഒക്കെ സൂപ്പറാണ്. അതല്ല, ക്യാരക്ടർ. ചേട്ടാ, യു ഡോണ്ട് മൈൻഡ്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ഈ കണ്ടീഷനിൽ എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പ്ലീസ്. സോനയെ പോലെ ഒരു കുട്ടി ഞാൻ പാറി വെച്ച് പറഞ്ഞില്ലേ ഞങ്ങൾക്ക്? ഞാൻ കുടിക്കാതിരിക്കും. നീ ആരടി ചോദിക്കാൻ? മാറ്. അയ്യോ സോറി, ഇത് അങ്കിളിൻ്റെ ഫ്ലാറ്റ് ആയിരുന്ന മാറിപ്പോയി. സോന, നീ പറഞ്ഞോളൂ, ഇത് നമ്മുടെ ഫ്ലാറ്റാണല്ലോ. ഓ, ബാറിൽ വെച്ച് കുറച്ച് ഫ്രീഡം തന്നെന്ന് കരുതി കൂടെ വന്നേക്കാ. ഒന്നും ഒരു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീടല്ലേ, പറയും കൊള്ളാം. ഡാഡി? 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 യെസ്. അയ്യോ സോറി പപ്പ. സോറി പപ്പ. ഇവനാണ് നിനക്ക് കിട്ടിയത്. ഇവന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. പപ്പ ഇവൻ അങ്ങനെയല്ല, ഇവൻ കുടിക്കാറൊന്നുമില്ല. പോയി കുടിക്കാൻ പറഞ്ഞേ പൊട്ടോ. പക്ഷേ ഇവൻ ബാറിൽ വെച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ ആളാണ് വേണമെന്ന്. ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ പുറത്ത് പറയില്ല. ഇവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പപ്പ മോളുടെ സന്തോഷത്തിന് എതിര് പറയില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നിനക്ക് തീരെ സ്റ്റാമിന ഇല്ല. 2 എണ്ണം അടിച്ചപ്പോഴേക്കും നീ പാമ്പായി. അത് ഞാൻ അഭിനയിച്ചത്. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. സോറി. ഇതിലടി തല്ലിയേ. ഇനി മേലാൽ കുടിച്ചിട്ട് പടി കാണുന്നു കൊടുത്തു, മനസ്സിലായോ? നീയാണ് സത്യം. തേനി ഞാൻ കുടിക്കില്ല. നോക്കെ ഓക്കെ എന്ന് വെച്ചാ പിടിച്ചു. എടാ, നീ എന്നെ മിസ് ചെയ്താ? മിസ് ചെയ്തോന്ന് ചോദിച്ചാ മിസ്സൊക്കെ ചെയ്തു. എടാ, തന്നെ വിളിക്കാനാ? അത് പിന്നെ നീ ആയിരുന്നല്ലേ ബസ്. പിന്നെ ഞാൻ അങ്ങനെ വിളിക്കാനാ? അവൻ്റെ ഒരു അമ്മു കാണിച്ചു കൊടുക്കുന്നു. അമ്മൂനൊക്കെ വിട്. പിന്നെ 2 days വരെ ഞാൻ ഹൈദരാബാദ് പോവാണ്. ഹൈദരാബാദ് ഞാൻ നിന്നെ വിടില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്.